ഏവർക്കും നമസ്കാരം. ആരോഹണവും അവരോഹണവും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന എല്ലാവർക്കും ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ആരോഹണം ആൻഡ് അവരോഹണം. ഒരു രാഗത്തെ അല്ലെങ്കിൽ ഒരു രാഗത്തിൽ എത്ര സ്വരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 വേർഡ്സ് ആണ് ആരോഹണം ആൻഡ് അവരോഹണം. ഞാൻ ഓൾറെഡി മുന്നിലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ രാഗവും യുണീക്സ് ആണ്. ലൈക്ക് ഒരു രാഗത്തിനകത്ത് പാടുന്ന സ്വരങ്ങളുടെ സ്റ്റൈൽ ആയിക്കോട്ടെ, ആ സ്വരങ്ങളെ അറേഞ്ച് ചെയ്തേക്കുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം യുണീക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ബേസിക് ചാപ്റ്റേഴ്സിന്റെ രാഗം എന്ന് പറയുന്നത് മായാ മാളവ ഗൗള എന്നുള്ള നെയിമിലാണ് അറിയപ്പെടുന്നത്. ആ രാഗത്തെ അതിലെ ആരോഹണവും അവരോഹണവും എന്ന് പറയുമ്പോൾ ആ രാഗത്തിൽ എത്ര സ്വരങ്ങളുണ്ടോ ആ സ്വരങ്ങളെ ലോയിൽ നിന്ന് ഹൈയിലോട്ട് അറേഞ്ച് ചെയ്യുന്ന ഫസ്റ്റ് ലൈനിനെ വിളിക്കുന്ന പേര് ആരോഹണവും, ആ രാഗത്തിലെ സ്വരങ്ങളെ ഹൈയിൽ നിന്ന് ലോയിലോട്ട് അറേഞ്ച് ചെയ്യുന്ന സെക്കൻഡ് ലൈനെ വിളിക്കുന്ന പേര് അവരോഹണവുമാണ്.